ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SLC കെമിസ്ട്രിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന പാഠത്തിലെ സെക്കൻഡ് പാർട്ടാണ്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഏതുവരെയാണ് നോക്കിയത്? ഗ്യാസ് ലോസ് വരെയാണ് നോക്കിയത്. അതിൻ്റെ ബാക്കി പാർട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന റിലേറ്റീവ് അറ്റോമിക് മാസ് അഥവാ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്തെന്നാണ്. The mass of an atom is compared to the mass of another atom and expressed as a number, which shows how many times it is heavier than the other atom. എന്താണ് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്? ഒരു ആറ്റത്തിൻ്റെ മാസ് എന്ത് ചെയ്യുന്നുണ്ട് മറ്റൊരു ആറ്റത്തിൻ്റെ മാസുമായിട്ട് കമ്പയർ ചെയ്ത് അത് എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് നമ്മൾ റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു ആറ്റത്തിൻ്റെ മാസ് മറ്റൊരു ആറ്റത്തിൻ്റെ മാസുമായി കമ്പയർ ചെയ്ത് എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിലേറ്റീവ് അറ്റോമിക് മാസ്. ഇവിടെ എങ്ങനെയാണത് എക്സ്പ്രസ് ചെയ്യുന്നത്? ആദ്യത്തെ, അതായത് ഒരു ആറ്റത്തിനേക്കാളും എത്രത്തോളം എത്ര ടൈംസ് ഹെവിയർ ആണ് മറ്റേ ആറ്റം എന്നുള്ളതാണ് നമ്മളിവിടെ ഒരു നമ്പറിൻ്റെ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? റിലേറ്റീവ് അറ്റോമിക് മാസ്. നെക്സ്റ്റ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് ഗ്രാം അറ്റോമിക് മാസ് ആണ്. GAM എന്ന് പറയുന്ന ഗ്രാം അറ്റോമിക് മാസ്. എന്താണ് ഗ്രാം അറ്റോമിക് മാസ്? ദ മാസ് ഓഫ് ആൻ എലമെൻറ്റ് ഇൻ ഗ്രാം ഈക്വൽ ടു ദ അറ്റോമിക് മാസ് ഈസ് കോൾഡ് 1 ഗ്രാം അറ്റോമിക് മാസ് ഓഫ് ദ എലമെൻറ്റ്. എന്താണ് പറയുന്നത്? ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസിന് തുല്യമായിട്ടുള്ള ഗ്രാമിലുള്ള മാസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രാം അറ്റോമിക് മാസ്. ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് മാസിന് തുല്യമായിട്ടുള്ള ഗ്രാമിലുള്ള മാസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രാം അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഇതൊരു എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ആവും. ആദ്യമായിട്ട് നമുക്ക് എന്തെടുക്കാം? ഹൈഡ്രജൻ എടുക്കാം. ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അതിൻ്റെ അറ്റോമിക് മാസ് 1 ആണ്. അപ്പം 1 ഗ്രാം ഹൈഡ്രജനെയാണ് 1 GAM എന്ന് പറയുന്നത്. മനസ്സിലായോ? ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പം നമ്മൾ എൻ്റെ അടുത്ത് 1 ഗ്രാം ഹൈഡ്രജനെ എടുക്കുമ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? 1 GAM എന്ന് പറയുന്നത്. അടുത്തായിട്ട് എന്തെടുക്കാം? നമുക്ക് കാർബൺ എടുക്കാം. കാർബണിൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 12 ആണ്. അപ്പം 12 ഗ്രാം കാർബണാണ് എന്തെന്ന് പറയുന്നത്? 1 GAM എന്ന് പറയുന്നത്. 12 ഗ്രാം കാർബണാണ് 1 GAM എന്ന് പറയുന്നത്. അടുത്തായിട്ട് എന്തെടുക്കാം? നൈട്രജൻ എടുക്കാം. നൈട്രജൻ്റെ അറ്റോമിക് മാസ് എത്രയാണ്? 14 ആണ്. അപ്പം 14 ഗ്രാം നൈട്രജനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 1 GAM എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തായിട്ട് നമ്മൾ അടുത്ത ഈ ഒരു ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ഹൈഡ്രജൻ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, ക്ലോറിൻ, കാൽസ്യം എന്നീ എലമെൻറ്റും അവരുടെ അറ്റോമിക് മാസും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ ഗ്രാമിലെടുക്കുന്ന മാസമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എല്ലാത്തിൻ്റെയും തന്നെ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് 1 GAM ഉള്ള ഏതൊരു സാധനത്തിലും 6.022 × 10⁻23 നമ്പർ ഓഫ് ആറ്റംസ് കാണും. 1 GAM ഉള്ള ഏതൊരു എലമെൻറ്റിലും എന്ത് കാണും? 6.022 × 10⁻23 നമ്പർ ഓഫ് ആറ്റംസ് കാണും. നെക്സ്റ്റ് എന്താണ് അവഗാഡ്രോ നമ്പർ എന്നാണ് നോക്കാൻ പോകുന്നത്. 1 ഗ്രാം അറ്റോമിക് മാസ് ഓഫ് എനി എലമെൻറ്റ് കണ്ടെയ്ൻ 6.022 × 10⁻23 ആറ്റംസ്. ദിസ് നമ്പർ ഈസ് നോൺ ആസ് അവഗാഡ്രോ നമ്പർ. ഓക്കെ, 6.022 × 10⁻23 നമ്പർ ഓഫ് ആറ്റംസ് ആണെങ്കിൽ എന്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയും? അവഗാഡ്രോ നമ്പർ എന്ന് പറയും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു 1 GAMൽ എത്ര നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ട്? 6.022 × 10⁻23 നമ്പർ ഓഫ് ആറ്റംസ്. ഇത്രയും നമ്പർ ഓഫ് ആറ്റംസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. ഈ ഒരു നമ്പർ 6.022 × 10⁻23 നമ്പർ ഓഫ് ആറ്റംസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ NA കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. അത് ഒന്നുകൂടെ പറയാം. 1 GAMലുള്ളത് 6.022 × 10⁻23 നമ്പർ ഓഫ് ആറ്റംസ് ആണ്. ഇത്രയും നമ്പർ ഓഫ് ആറ്റംസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അവഗാഡ്രോ നമ്പർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ടേബിളാണ് അതിൻ്റെ തൊട്ട് താഴെ കാണിച്ചേക്കുന്നത്. ഹൈഡ്രജൻ്റെയും കാർബണിൻ്റെയും നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും സോഡിയത്തിൻ്റെയാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. ഇപ്പം നമ്മൾ ഒന്നെടുക്കുന്ന സമയത്ത്, ഇപ്പോൾ ഹൈഡ്രജൻ ഒന്നെടുക്കുന്ന സമയത്ത് എന്താണ്? 1 ഗ്രാം എടുക്കുന്ന അറ്റോമിക് മാസ് 1 ആണ്. അതിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രാമിലുള്ള മാസ് 1 ഗ്രാമാണ്. അപ്പോൾ 1 GM ആണ്. ഓക്കെ, ഇപ്പം നമ്മൾ 2 ഗ്രാമാണ് എടുക്കുന്നതെങ്കിൽ അത് 2 GAM ആവും. ഇപ്പം അതേപോലെ തന്നെ കാർബൺ 12 ഗ്രാമാണ് എടുക്കുന്നതെങ്കിൽ 1 GAM ആണ്. അതിന് പകരം നമ്മൾ 24 ഗ്രാമാണ് എടുക്കുന്നതെങ്കിൽ അത് 2 GAM ആവും. അതുപോലെ തന്നെയാണ് നമ്മുടെ നൈട്രജൻ്റെയും ഓക്സിജൻ്റെയും സോഡിയത്തിൻ്റെയും കാര്യം പറഞ്ഞേക്കുന്ന ടേബിളൊന്ന് വ്യക്തമായിട്ട് വായിച്ച് നോക്കുക. നെക്സ്റ്റ് ആയിട്ട് GMM എന്തെന്നാണ് നോക്കാൻ പോകുന്നത്. അതായത് ഗ്രാം മോളിക്യുലാർ മാസ്.
The amount of substance in gram equal to its molecular mass is called gram molecular mass. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു എലമെൻറ്റിൻ്റെ മോളിക്കുലാർ മാസിന് ഈക്വലായിട്ടുള്ള ഗ്രാമിലുള്ള മാസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രാം മോളിക്കുലാർ മാസ്. നേരത്തെ നമ്മൾ GAM നോക്കിയതുപോലെ തന്നെയാണ് അവിടെ ആറ്റവും ആയിരുന്നു, ഇവിടെ മോളിക്കുലാവുന്നു. അത്ര ഒരു വ്യത്യാസമേ ഉള്ളൂ. എന്താണ്? ഒരു എലമെൻറ്റിൻ്റെ മോളിക്കുലാർ മാസിന് ഈക്വലായിട്ടുള്ള ഗ്രാമിനുള്ള മാസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗ്രാം മോളിക്കുലാർ മാസ്. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഹൈഡ്രജൻ നോക്കാം. ഹൈഡ്രജൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? 2. ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് എത്രയെന്നാണ് നമ്മൾ പഠിച്ച 1 ആയിരുന്നു. പക്ഷേ ഇവിടെ ഹൈഡ്രജൻ്റെ മോളിക്കുലാർ മാസാണ് നോക്കുന്നത്. മോളിക്കുലാർ മാസ് 2 ആണ്. അപ്പം നമ്മൾ എന്തെടുക്കും? ഗ്രാമിൽ 2 ഗ്രാം എന്ത് ചെയ്യുന്നുണ്ട്? ഹൈഡ്രജനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു GMM എന്ന് പറയുന്നത്. 2 ഗ്രാം ഹൈഡ്രജനെയാണ് ഒരു GMM എന്ന് പറയുന്നത്. നേരത്തെ നമുക്ക് എന്ത് നോക്കാം? നൈട്രജൻ നോക്കാം. നൈട്രജൻ്റെ മോളിക്കുലാർ മാസ് 28 ആണ്. അപ്പോഴത്തേക്ക് നമ്മൾ എന്തെടുക്കും? 28 ഗ്രാം എന്തെടുക്കും? നൈട്രജൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എത്ര കാണും? 1 GMM അഥവാ 1 ഗ്രാം മോളിക്കുലാർ മാസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ബാക്കി എലമെൻസിനും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മോളിക്കുലാറും അറ്റോമിക്കുമാണ്. വേർഡ്സ് മാറുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് മാറ്റുന്നുണ്ട്. നേരത്തെ നമ്മൾ അറ്റോമിക് മാസാണ് എടുത്തത്, ഇവിടെ മോളിക്കുലാർ മാസാണ് എടുത്തത്. അറ്റോമിക് മാസിൻ്റെ ഇരട്ടിയാണ് ഏതെന്ന് പറയുന്നത്? മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. അതൊന്ന് നമ്മൾ ഓർത്തിരിക്കുക. അടുത്തായിട്ട് നമുക്കിത് ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ വന്നിട്ട് ഇങ്ങനെയാണ്: ഹൗ മെനി GAM ഈസ് പ്രസൻറ്റ് ഇൻ 46 ഗ്രാം ഓഫ് സോഡിയം? 46 ഗ്രാം സോഡിയത്തിൽ എത്ര GM ഉണ്ടെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പം നമുക്കിവിടെ ഒരു ഹിൻഡ് തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു GAM സോഡിയം എന്ന് പറഞ്ഞാൽ 23 ഗ്രാം സോഡിയത്തിനാണ്. 23 ഗ്രാം സോഡിയമാണ് ഒരു GAM എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹിൻഡും കൂടെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് GAM എന്ന് പറയുന്നത് ഗിവൺ മാസ് ഇൻ ഗ്രാം ബൈ GAM ഓഫ് ദ എലമെൻറ്റ്. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഗ്രാം ബൈ ആ എലമെൻറ്റിൻ്റെ ഒരു GAM എത്രയാണ് എന്നുള്ളതാണ്. നമ്മൾ രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ ഗിവൺ മാസ് എത്രയാണ്? 46 ഗ്രാമാണ്. അടുത്തായിട്ട് 1 GAM ഓഫ് സോഡിയം എന്ന് പറയുന്നത് 23 അപ്പം നമ്മൾ ഈ 46 ഡിവൈഡഡ് ബൈ 23 ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. അപ്പോൾ എത്ര GAM ഉണ്ട്? നമ്പർ ഓഫ് GAM എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. ഓക്കെ. അടുത്തായിട്ട് ഈ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് ടോപ്പിക്കിലോട്ടാണ് നമ്മൾ പോകുന്നത്. എന്താണ് മോളാർ വോളിയം? 1 mole of any gas under the same condition of temperature and pressure will contain the same number of molecules and hence their volume will also be same. This is called molar volume. അപ്പോൾ എന്താണ് മോളാർ വോളിയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സെയിം കണ്ടീഷനിലുള്ള, അതായത് സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലുള്ള 1 മോൾ ഓഫ് ഗ്യാസിലുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. സെയിം കണ്ടീഷനിലുള്ള, അതായത് സെയിം ടെമ്പറേച്ചറിലും പ്രഷറിലും ഉള്ള 1 മോളുള്ള ഒരു ഗ്യാസിൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസും സെയിം തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിനകത്തുള്ള അതിൻ്റെ വോളിയവും സെയിം ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോളാർ വോളിയം എന്ന് പറയുന്നത്. അപ്പം എന്താണ്? സെയിം ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ഇരിക്കുന്ന 1 മോൾ ഗ്യാസിൻ്റെ നമ്പർ ഓഫ് മോളിക്യൂൾസും സെയിം ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? അതിൻ്റെ വോളിയവും സെയിം ആയിരിക്കും. ഇതിനെയാണ് മോളാർ വോളിയം എന്ന് അറിയപ്പെടുന്നത്. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അറ്റ് STP 1 mole of any gas will occupy a volume of 22.4 liter. അറ്റ് STP അതായത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ 1 മോളുള്ള ഏതൊരു ഗ്യാസിനും ഇരിക്കാൻ ആവശ്യമായ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്ററാണ്. STPയിൽ 1 മോൾ ഓഫ് ഗ്യാസിന് ഇരിക്കാൻ ആവശ്യമായ വോളിയം എന്ന് പറയുന്നത് 22.4 ലിറ്ററാണ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മോളാർ വോളിയം അറ്റ് STP എന്ന് വിളിക്കും. മോളാർ വോളിയം അറ്റ് STP എന്ന് വിളിക്കും. അപ്പോൾ STP എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് പറയാം. STP എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ 273 കെൽവിൻ ടെമ്പറേച്ചറിനും 1 ATM പ്രഷറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. 273 കെൽവിൻ ടെമ്പറേച്ചറും 1 ATM പ്രഷറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.